സ്വർഗീയ നാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മെ ഭദ്രമായി പരിപാലിച്ചു. ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഉണരുവാൻ ദൈവം നമ്മെ ഇടയാക്കി. ആ കർത്താവിന് സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു. ഇന്ന് ലോകത്താകമാനം 4200ഓളം മതങ്ങൾ ഉള്ളതായി കണക്കാക്കിയിട്ടുണ്ട്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ സംസ്കാരമനുസരിച്ച്, അവിടങ്ങളിലൊക്കെയുള്ള ആളുകളുടെ മനോഗതി അനുസരിച്ച് മതങ്ങളുടെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യാം. ചില രാജ്യങ്ങളിൽ ഒരു മതം മാത്രമായി കാണപ്പെടുന്നു. ഓരോ മതങ്ങൾക്കും അതാതിൻ്റേതായിട്ടുള്ള തത്വസംഹിതകളുണ്ട്. ഈ 4200-ൽ പരം മതങ്ങളിൽ ഒന്നാണ് ക്രിസ്തുമതം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഒരു ക്രിസ്തുമതം സ്ഥാപിക്കുന്നതിന് വേണ്ടിയല്ല. അവിടുന്ന് അങ്ങനെ ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല. ക്രിസ്തുമതം എന്ന് പറയുന്നത് പിൽക്കാലത്ത് വന്ന ആളുകളുടെ സൃഷ്ടിയാണ്. നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് സ്വർഗീയ ദൂതന്മാർ സംസാരിച്ചത് എങ്ങനെയാണ്? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം എന്നാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് ദൂതന്മാർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനു വേണ്ടിയല്ല കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് വന്നത്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യവർഗത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് ക്രിസ്തു മതം എന്ന് പറഞ്ഞ് കുറേ ആളുകളെ അതിൽ ചേർത്ത് അങ്ങനെ ഒരു മതം രൂപപ്പെടുത്തിയെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആരാണ് ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്നത്? ക്രിസ്തു മതത്തിൽ ഉൾപ്പെട്ട വ്യക്തികളെ അല്ല ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കേണ്ടുന്നത്. ദൈവവചനം അതിന് വളരെ വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേർ ഉണ്ടായി എന്നത്രേ. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവമക്കൾ, അവർ ശിഷ്യന്മാരായിരുന്നു. അവരെയാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് അന്ത്യോക്യയിൽ വെച്ച് ആളുകൾ വിളിക്കുവാൻ ആരംഭിച്ചത്. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാണ് ക്രിസ്ത്യാനികൾ. അല്ലാതെ ക്രിസ്തു മതത്തിൽ ഉൾപ്പെട്ട എല്ലാവരും ദൈവവചനപ്രകാരം ക്രിസ്ത്യാനികളല്ല എന്ന് തിരുവെഴുത്ത് വളരെ കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിലെ നിയമങ്ങളനുസരിച്ചും രേഖകളനുസരിച്ചും ക്രിസ്ത്യാനിയാണോ ക്രിസ്തുമതത്തിൽ ഉൾപ്പെട്ട ആളാണോ എന്നുള്ളതിൽ യാതൊരു കാര്യവുമില്ല. ദൈവം നോക്കുന്നത് അതൊന്നുമല്ല. നീ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വകയായി തീർന്നിട്ടുണ്ടോ? വരുവാനുള്ള വലിയ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അതാണ് ദൈവം കാര്യമായി നോക്കുന്നത്. അല്ലാതെ ക്രിസ്ത്യാനിയായിട്ടുണ്ടോ, ക്രിസ്തു മതത്തിൽ ഉൾപ്പെട്ട ആളാണോ, ഇതൊന്നുമല്ല കർത്താവ് പരിഗണിക്കുന്നത്. താങ്കൾ ഏതു മതത്തിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നാലും ഈ ലോകത്തേക്കാൾ വിലയേറിയ ഒരു ആത്മാവ് താങ്കളുടെ ഉള്ളിലുണ്ട്. ആ ആത്മാവിന് മോക്ഷം ലഭിക്കണമെങ്കിൽ വലിയവനായ ദൈവം ഒരുക്കിയ ഒരേ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. മനുഷ്യനിർമ്മിതങ്ങളായ പല മതങ്ങളും പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥമായിട്ടുള്ള ആത്മരക്ഷയെ സംബന്ധിച്ച് ആധികാരികമായി പഠിപ്പിക്കുന്നില്ല. എന്നാൽ 40-ൽ പരം എഴുത്തുകാർ 1400 വർഷത്തെ ദൈർഘ്യമേറിയ കാലയളവിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ സമയങ്ങളിൽ എഴുതിയ തിരുവെഴുത്താണ് ബൈബിൾ. ആ ബൈബിൾ പറയുന്നതനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ആത്മരക്ഷയ്ക്കുള്ള ഏക വഴി എന്ന് ദൈവശ്വാസീയമായ വചനം വളരെ കൃത്യമായി നമ്മോട് പറയുന്നു. 1400 വർഷങ്ങളിലെ ഇടവേളയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ തിരുവെഴുത്ത് എഴുതിയെങ്കിലും ഏകാത്മാവിൽ എഴുതിയതായതുകൊണ്ട് ഇതിലെ അന്തസത്ത ഒന്നു തന്നെയാണ്. എല്ലാം വിരൽ ചൂണ്ടുന്നത് ആത്മരക്ഷയ്ക്കുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നു മാത്രമാണ്. ഇന്ന് രാവിലെ സ്വർഗീയനാദം ശ്രവിക്കുന്ന താങ്കൾ ഏത് മതത്തിൽ ഉൾപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, ഒരു മതത്തിലും ഉൾപ്പെടാത്ത വ്യക്തി ആയിക്കൊള്ളട്ടെ, താങ്കളിലുള്ള ഈ ലോകത്തേക്കാൾ വിലയേറിയ ഒരാത്മാവുണ്ട്. ആ ആത്മാവിന് മോക്ഷം പ്രാപിക്കുവാനുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്നു മാത്രമാണ്. താങ്കൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട പരിപാവനമായ രക്തം താങ്കളുടെ പാപത്തിന് പരിഹാരമായി ഒഴുക്കിയ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്ന് ദൈവവചനം നമ്മെ അറിയിക്കുന്നു. ഇന്ന് രാവിലെ ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ ദൈവവചനം എന്നും ശ്രവിപ്പാൻ
സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. മാനവ പാവമകറ്റാൻ യാഗമായി തീർന്ന നിത്യസ്നേഹമേ, മാനവ പാവമകറ്റാൻ യാഗമായി തീർന്ന നിത്യസ്നേഹമേ, മാനസമുറിവുകൾ നീക്കിയെന്നിൽ ശാന്തിയേകിയ മകൾ സ്നേഹമേ, 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 സ്വർഗീയ മഹൽ സ്നേഹമേ, സ്നേഹമേ, ദൈവ സ്നേഹമേ.